കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 31 അധ്യായം 19 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. അവിടുന്ന് ആരെയും ഉപേക്ഷിക്കുന്നില്ല. തന്നിൽ വിശ്വസിച്ച് തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ പാപിയെയും രക്ഷിക്കുന്ന നല്ല ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. സങ്കീർത്തകൻ പറയുന്നു: എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ നമ്മിലെ ആത്മീയ മനുഷ്യനെ നാം ഒരുക്കണം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യണം. ദൈവ ഇഷ്ടമല്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നെന്നു വരാം. ദൈവ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നാം ചെയ്തെന്നു വരാം. എന്നാൽ ഇതിനെല്ലാം മറികടക്കുന്ന അഭിഷേകത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടുന്ന് പറയും: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. തിരുവചനത്തിൽ നാം കാണുന്നു, വഴിയരികിൽ ഇരുന്ന 2 അന്ധന്മാർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു: കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഇത് കേട്ട് യേശു അവരോട് ചോദിച്ചു: ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു: കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. സ്നേഹമുള്ളവരെ, നമ്മുടെയും ആത്മീയമായ കണ്ണുകൾ തുറന്നു കിട്ടുവാൻ നാം പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 2 അധ്യായം 10 തിരുവചനം വ്യക്തമാക്കുന്നു: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ ആശ്രയിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ കർത്താവായ ദൈവം ഇന്നും നമ്മെ വഴി നടത്തും. അവിടുന്ന് നമ്മെ ഉയർത്തും. നമ്മുടെ വീഴ്ചകളിൽ അവിടുന്ന് നമ്മെ സഹായിക്കും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശു ഇന്നും നമ്മോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തെ ഉയർത്തി നമുക്ക് പാടാം. ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തി മാനിക്കും. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ആമേൻ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ദൈവം അത്ര ഉന്നതനാണ്. ആമേൻ, ആമേൻ. യേശു അത്ര ഉന്നതനാണ്. യേശു അത്ര ഉന്നതനാണ്. യേശു അത്ര ഉന്നതനാണ്. യേശുവേ എന്ന് വലിയവൻ.
ആമേൻ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. യാവേ 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 യാവേ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമാകുന്ന കാറ്റിനെ അടക്കി നിർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ്. അത്ഭുതം ചെയ്യുന്ന നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. കടലിനെത്ര ആഴമാണെന്ന് ആരറിയുന്നു, കാറ്റിനെത്ര വഴികളാണെന്ന് ആരറിയുന്നു. ആ കടലിൻ മീതെ നടന്നു കാറ്റിനെ അടക്കി നിർത്തി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. യേശുവേ, കടലിൻ മീതെ നടന്നു കാറ്റിനെ അടക്കി നിർത്തി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. ആമേൻ ആമേൻ. അതിശയങ്ങൾ ചെയ്തിടുന്ന ഓ എൻ്റെ യേശുവേ, അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. ഓ എൻ്റെ യേശുവേ, നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. യാവേ 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 യാവേ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലെ സകലവിധമായ നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അവിടുത്തെ ഏറ്റുപറയാം. യേശു നമ്മുടെ ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ്. സൈന്യത്താൽ കഴിയാത്ത കാര്യങ്ങളെ, ശക്തിയാൽ കഴിയാത്ത കാര്യങ്ങളെ, സൈന്യത്താൽ കഴിയാത്ത കാര്യങ്ങളെ, ശക്തിയാൽ കഴിയാത്ത കാര്യങ്ങളെ ആത്മാവിൽ ചെയ്തിടും മഹത്വമുള്ളതാക്കിടും ജീവനുള്ള ദൈവമാണ്. ആത്മാവിൽ ചെയ്തിടും മഹത്വമുള്ളതാക്കിടും ജീവനുള്ള ദൈവമാണ്. ഓ എൻ്റെ യേശു, യേശു അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. ആമേൻ. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ. ഹല്ലേലൂയ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. യാവേ 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 യാവേ. ഉള്ളം കൈക്കൊണ്ടവൻ വെള്ളമളക്കും, ആകാശത്തെ തന്റെ ചാണിലൊതുക്കും. ഹല്ലേലൂയ. കൈക്കൊണ്ടവൻ വെള്ളമടക്കും, ആമേൻ. ആകാശത്തെ തന്റെ ചാണിലൊതുക്കും. ഭൂമിയിലെ പൊടിയെല്ലാം നാഴിയിലാക്കി ഓ യേശു, മുകൾ തുലാസിൽ തൂക്കും ദൈവമാണ്. ഭൂമിയിലെ പൊടിയെല്ലാം നാഴിയിലാക്കി കുന്നുകൾ തുലാസ് തൂക്കും ദൈവമാണ്. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ചെയ്തിടുന്ന ദൈവമാണ്. ആമേൻ ആമേൻ. അതിശയങ്ങൾ ചെയ്തിടുന്ന ഓ ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. അതിശയങ്ങൾ ചെയ്തിടുന്ന ദൈവമാണ്. എല്ലാത്തിനും മേലെ യേശു വലിയവനാ.
യേശുവേ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. ഓ കർത്താവേ സ്തോത്രം. യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. ആമേൻ ആമേൻ. യാവേ യാവേ ഓ ഹല്ലേലൂയ ദൈവമേ. യേശുവേ അത്ഭുതങ്ങളുടെ രാജാവേ സ്തോത്രം ചെയ്യുന്നു. യേശുവേ നിൽക്കി നന്ദി പറയുന്നു. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് കർത്താവായ യേശു നമ്മിലുള്ള സകല പ്രതികൂലങ്ങളെ മാറ്റി അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഇന്ന് അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.